സകല ദൈവിക രഹസ്യങ്ങളും ക്രിസ്തുവിൽ പൂർണ്ണമായും വെളിപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. സ്വകാര്യ വെളിപാടുകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി കേൾക്കുന്നുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എനിക്ക് ഇന്ന ദർശനമുണ്ടായി എന്നൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. എന്താണ് സഭയുടെ ഔദ്യോഗികമായ ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം? ശരിയാണ്, മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ചും മാതാവ് നൽകുന്ന സന്ദേശങ്ങളെക്കുറിച്ചും ഒക്കെ ധാരാളം നമ്മൾ കേൾക്കാറുണ്ട്, ധാരാളം അത് പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇത് ശരിക്കുള്ളതാണോ, ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതാണോ, വിശ്വസിക്കാൻ നമുക്ക് കടമയുണ്ടോ? എന്താണ് സഭ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? വെളിപാടുകളെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യം ഇതാണ്: സകല ദൈവിക രഹസ്യങ്ങളും ക്രിസ്തുവിൽ പൂർണ്ണമായും വെളിപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. ദൈവത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, മനുഷ്യജീവിതത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, അങ്ങനെ സകല കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവിക വെളിപാടുകൾ ക്രിസ്തുവിൽ പൂർണ്ണമായി കഴിഞ്ഞു. അതിനെക്കുറിച്ചാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഈശോയുടെ മനുഷ്യാവതാരത്തിലാണ് വെളിപാടിൻ്റെ പൂർണ്ണത. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടെ യേശു വഴി ദൈവം സകല ദൈവിക രഹസ്യങ്ങളും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, മനുഷ്യജീവിതത്തെക്കുറിച്ച് അങ്ങനെ തുടങ്ങിയ സകല ദൈവിക രഹസ്യങ്ങളും ക്രിസ്തുവിൽ പൂർണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ മാതാവിൻ്റെ ദർശനങ്ങളിലും വെളിപാടുകളിലുമൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത്? അവൻ സത്യമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളും മാതാവ് നൽകുന്ന സന്ദേശങ്ങളും അവ സത്യവുമാണ്, അത് ശരിയുമാണ്. ഇനി എന്താണ് മാതാവ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മാതാവ് ഒരിക്കലും പുതിയ ഒരു വെളിപാട് നൽകുകയല്ല. പുതിയ ഒരു കാര്യം ക്രിസ്തുവിലൂടെ നൽകപ്പെടാത്ത, പരിശുദ്ധ സഭയിൽ നൽകപ്പെടാത്ത പുതിയൊരു വെളിപാട് പരിശുദ്ധ കന്യാമറിയം നമുക്ക് നൽകുകയല്ല ചെയ്യുന്നത്. പകരം മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? തിരുസഭ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച് നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകിൽ ആവർത്തിച്ച് പറയുകയോ അല്ലെങ്കിൽ അവയിൽ ചില കാര്യങ്ങളെ കൂടുതൽ ഉറപ്പിച്ച് പഠിപ്പിക്കുകയോ മാത്രമാണ് പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൊക്കെ സംഭവിക്കാറുള്ളത്. അപ്പോൾ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകളിൽ നൽകുന്ന സന്ദേശങ്ങളിലൊക്കെ വിശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് കടമയുണ്ടോ? മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ അവ യാഥാർത്ഥ്യമാണ്. മാതാവ് നൽകുന്ന സന്ദേശങ്ങളും അവ യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് വിശ്വസിക്കാൻ നമുക്ക് കടമയുണ്ട്. എന്തുകൊണ്ടാണ് കടമയുണ്ടായിരിക്കുന്നത്? അത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകി എന്നുള്ളത് കൊണ്ടല്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവ സുവിശേഷ മൂല്യങ്ങളിലും തിരുസഭയുടെ പ്രബോധനങ്ങളിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ആരംഭകാലം മുതൽ തന്നെ എല്ലാ കത്തോലിക്ക വിശ്വാസിയും വിശ്വസിക്കാൻ കടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മാതാവ് അവയൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മാതാവ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ വിശ്വസിക്കുന്നത്, പകരം തിരുസഭയിലൂടെ പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന കാര്യങ്ങൾ അത് സത്യവിശ്വാസത്തിന് ചേർന്ന കാര്യങ്ങളും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളും ആയിരിക്കുന്നിടത്തോളം കാലം അവിശ്വസിക്കാൻ നമുക്ക് കടമ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വെളിപാടുണ്ടായി, എനിക്കൊരു ദർശനമുണ്ടായി, അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ശരിയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ദർശനം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ചില കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നതും സ്വാഭാവികമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവുമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്കൊരു വെളിപാടുണ്ടായാൽ ഉടനെ തന്നെ ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അത് പ്രഘോഷിക്കാനും അതിനനുസരിച്ച് ആളുകളെ കൂട്ടാനും ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണോ എന്നറിയാനുള്ള ഒരേ ഒരു മാനദണ്ഡം, പരമപ്രധാനമായ ഒരു മാനദണ്ഡം അതിതാണ്: അത് സഭയുടെ പ്രബോധനങ്ങളുമായി തട്ടിച്ചു നോക്കുക എന്നുള്ളതാണ്. എനിക്ക് ലഭിക്കുന്ന ഒരു വെളിപാട്, എനിക്ക് കിട്ടുന്ന ഒരു ദർശനം, അത് പരിശുദ്ധ സഭയുടെ പ്രബോധനത്തിന് ചേർന്നതും അതിനോട് പൂർണ്ണമായും ഒത്തുപോകുന്നതുമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നത് വളരെ വ്യക്തമാണ്. ഇനി എന്താണ് ഇതിന്റെ കാരണം? കാരണം ഇതാണ്: എനിക്കുണ്ടാകുന്ന സ്വകാര്യമായ ഒരു വെളിപാടിനേക്കാൾ, ദർശനത്തെക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് തിരുസഭയുടെ പ്രബോധനം, തിരുസഭയുടെ അധികാരം. അത് നമ്മൾ വിശുദ്ധ പൗലോസ്യുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: പിന്നീട് 14 വർഷത്തിന് ശേഷം ബർണബാസിനോട് കൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി. തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുൻപിൽ ഞാൻ വിജാതിയുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എന്ന് വെച്ചാൽ പൗലോസ്ലീഹായ്ക്ക് വെളിപാടുണ്ടായി. അത് മറ്റാരും കൊടുത്തതല്ല, ക്രിസ്തുവിൽ നിന്ന് തന്നെ ഒരു വെളിപാടുണ്ടായി.
പൗലോസ്ലീഹ അതിനനുസരിച്ച് നേരെ വിജാതിയുടെ അടുത്ത് പഠിപ്പിക്കാൻ പോവുകയല്ല ചെയ്തത്. പകരം പൗലോസ്ലീഹ എന്ത് ചെയ്തു? നേരെ ജെറുസലേമിലേക്ക് പോയി. ജെറുസലേം അപ്പസ്തോലന്മാരുടെ സ്ഥലമാണ്. അവിടെയുള്ള സഭയുടെ നേതൃസ്തംഭങ്ങളായിരുന്ന വിശുദ്ധ പത്രോസിന്റെ മുൻപിൽ മുട്ടുകുത്തി തനിക്ക് ക്രിസ്തു നൽകിയ വെളിപാട് പൗലോസ്ലീഹ അറിയിച്ചു. എന്നിട്ട് പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പറയുകയാണ്, ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പൗലോസ്ലീഹ ചെയ്ത പ്രവൃത്തി എന്താണ്? തനിക്കുണ്ടായ ആ ഒരു ദർശനത്തെ സഭയുടെ ഔദ്യോഗിക പ്രബോധന അധികാരത്തിന് മുൻപിൽ അവതരിപ്പിക്കുകയും അവിടെ നിന്ന് അംഗീകാരം വാങ്ങുകയും ചെയ്തു. അതിനുശേഷം അത് പ്രഖ്യാപിക്കാം, മറ്റുള്ളവരോട് പറയാം. പക്ഷെ അതുവരെ അത് ചെയ്യാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇനി എന്തുകൊണ്ടാണ് സഭ അങ്ങനെ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുകയാണ് ചെയ്യുന്നത്. സഭയെ നയിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ സ്ഥാപിച്ചിരിക്കുന്ന നിയതമായ ചില മാർഗങ്ങളുണ്ട്. മജിസ്റ്റീരിയം, സഭയുടെ പ്രബോധനാധികാരം, മെത്രാൻ സംഘം, അതുവഴിയാണ് പരിശുദ്ധാത്മാവ് തിരുസഭയെ നയിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് അതിനെ മറികടന്നുള്ള ഒരു പ്രബോധനം, അതിനെ മറികടന്നുള്ള ഒരു പഠിപ്പിക്കൽ ഒരു വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് നടത്തുന്നില്ല. അഥവാ പരിശുദ്ധാത്മാവ് താൻ തന്നെ സ്ഥാപിച്ച ഒരു സംവിധാനത്തെ നിഷേധിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് നമ്മൾ അതിനോട് വിധേയപ്പെടാനുള്ള കടമ നമുക്കുണ്ട്. നമ്മുടെ വെളിപാടുകൾ, നമുക്കുണ്ടായ ദർശനങ്ങളെക്കാൾ കൂടുതൽ തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്.